ഡ്രൈവറെ ഒന്ന് അപ്പുറത്തേക്കണേ, അല്ലെ ഓടിക്കളെ. ഇറങ്ങി വാപ്പാ. ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? ഇതേ മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നതല്ല, അല്ല എനിക്കൊരു ജോലി ഉണ്ടാക്കരുത്. എന്റെ പൊന്നപ്പനല്ലേ, ഒന്നും പേടിക്കണ്ട. വലിയ ഡോക്ടർമാരൊക്കെ ഉള്ള വലിയ ആശുപത്രിയാ, എല്ലാം ഭേദമാവും. വാ, ഇറങ്ങി വാപ്പാ. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഓടാൻ ശ്രമിക്കരുത്, വെറുതെ എന്റെ സ്വഭാവം മാറും. ആ കാർഡ് കൊടുത്ത്, ആ കാർഡ് കൊടുക്കാൻ. ഇത് ഡോക്ടറെ കാണിച്ചാൽ മതി. തൽക്കാലം ആ മരുന്ന് തന്നെ കൊടുത്താൽ മതി. അരമണിക്കൂർ കഴിഞ്ഞു. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. വരണം. ഡോക്ടർ നമസ്കാരം പറ. നമസ്കാരം. ഇരി. ആ ഡോറങ്ങ് ലോക്ക് ചെയ്യട്ടെ. എന്തിനാ? അല്ലെങ്കിൽ ഓടും. ഓടത്തില്ല. അപ്പൊ ഏറ്റല്ല. എന്താ അസുഖം? ഇത് നിങ്ങളുടെ ആരാ? എന്റെ അപ്പനാ ഡോക്ടറെ. ഓരോ ഡോക്ടർമാരെ കാണിക്കുമ്പോഴും ഓരോ രോഗത്തിന്റെ പേരാ പറയുന്നത്. അതൊക്കെ ഇംഗ്ലീഷ് പേരുകളാ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വട്ട്. രോഗം പണ്ടേ മാറിയനെ, പക്ഷെ മരുന്ന് കഴിക്കില്ല, കുത്തി വയ്ക്കാനും സമ്മതിക്കില്ല. എന്നാ അവരെ തടയും കിടക്കും, അതുമില്ല. ഉറക്കമുണ്ടോ? അപ്പനുറങ്ങും, ഉറക്കമില്ലാതെ ഞങ്ങൾ വീട്ടുകാർക്കാ. അതെന്താ? അയ്യോ, ഉറക്കത്തിൽ എണീറ്റ് ഓടുന്നേ, പിന്നെ പിടിക്കണേ നാട്ടുകാർ മുഴുവൻ വേണം. ഈ പറയുന്നതൊക്കെ ശരിയാണോ? ഡോക്ടർ, ഞാൻ അന്ന് വന്നപ്പോഴേ പറഞ്ഞില്ലേ, ഇതാണ് അവന് പ്രധാന രോഗലക്ഷണം. എനിക്ക് പ്രാന്താണെന്നും പറഞ്ഞ് നടക്കുക. എന്നെ ചികിത്സിക്കാരാന്നും പറഞ്ഞ് ആദ്യം കുറെ മന്ത്രവാദികളെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ നാട്ടിലുള്ള സകല ഡോക്ടർമാരെയും വിളിച്ചുകൊണ്ട് വന്നു. അവർക്കൊക്കെ കാശും ഫീസും കൊടുത്ത് ഞാൻ മുടിഞ്ഞ എന്റെ ഡോക്ടറെ. പോക്കറ്റിലും പറയല്ലേ? കണ്ടില്ലേ അപ്പനോട് പറയുന്ന ഒരുമാതിരി വർത്തമാനം. നാട്ടിലുള്ള വൈദ്യന്മാരും ഡോക്ടർമാരും തരുന്നതായ മരുന്ന് മുഴുവൻ എന്നെ കൊണ്ട് കുടിപ്പിക്കും. കഴിച്ചില്ലെങ്കിലോ അടിയായി തല്ലായി. ഇയാളെ വാർഡിലേക്ക് കൊണ്ടു. ചങ്ങലുണ്ടോ? അതിന്റെ ആവശ്യമില്ല. കാണും പോലെ ഒന്നല്ല, ഇളകി ആനയുടെ ഊരാ. നടണം. നിങ്ങൾ എന്നെ പിടിക്കുന്നത്? അപ്പനെ പിടി. നടണം. വിടോ, അപ്പനെ പിടിക്കണോ? അപ്പനെ പിടിക്കണോ? എനിക്ക്